ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരുന്നു എന്താണ് RRB NTPCയുടെ എക്സാം ഡേറ്റ് ഫൈനലി വന്നു എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അല്ലേ. ജൂലൈ 23, 24, 26, 31 തീയതികളിലായിട്ട് RRB NTPC നടത്താൻ പോവുകയാണ് എന്ന് RRB ഒഫീഷ്യലി പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പലരും ചോദിച്ച ചോദ്യമാണ് CGL ഇനി എപ്പോൾ നടക്കും, CHSL എപ്പോൾ നടക്കും, MTS എപ്പോൾ നടക്കും, ഗ്രൂപ്പ് ഡി എപ്പോൾ നടക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ പലർക്കും നമ്മളെല്ലാവർക്കും വന്ന സംശയമാണ്. ദേ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് SSCയും തൊട്ട് പുറകെ CGLന്റെയും CHSLന്റെയും ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം CHSL കൊറോണയുടെ ഇടയിൽ എന്ത് ചെയ്യുകയാണ്, എക്സാം ക്യാൻസൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയാണ്, ക്യാൻസൽ അല്ല പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകൾക്കുള്ള CHSL പരീക്ഷ ഫോർ ലെഫ്റ്റ് ഓവർ കാൻഡിഡേറ്റ്സ്, ബാക്കിയുള്ളവർക്കുള്ള CHSL 2020 ടയർ 1 4/8/2021 മുതൽ 12/8/2021 വരെ, അതായത് ഓഗസ്റ്റ് 4 തീയതി മുതൽ ഓഗസ്റ്റ് 12 തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഇന്ന് ജൂലൈ 2 തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, SSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. CHSL മാത്രമല്ല, തൊട്ടു പുറകെ ഒരു CGLന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. CGL എന്നോട്ട് തുടങ്ങുന്ന പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 13 തീയതി. നിങ്ങൾ നോക്കണേ, ഒരു ദിവസം ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ. CHSL ഓഗസ്റ്റ് 12 കഴിഞ്ഞ് CGL ഓഗസ്റ്റ് 13 തന്നെ. അത്രയും ടൈറ്റ് ആയിട്ടാണ്, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, എന്താ പറയുക, അത്രയും എഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 24 വരെ എന്തും നടക്കുന്നു പറഞ്ഞിട്ടുണ്ട്, CGLും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിലിരുന്ന അടുത്ത സംശയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ MTS എപ്പോൾ നടക്കും എന്നുള്ളതായിരിക്കും. അതിന് തൽക്കാലം നമ്മുടെ ആരുടെ ഭാഗത്തുനിന്ന്, SSCയുടെ ഭാഗത്തുനിന്ന് ഒരു വിവരം നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ ഇതുപോലൊരു നോട്ടീസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, MTSനെ ബേസ് ചെയ്തും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ഓർഡറിലായിരിക്കും പരീക്ഷ നടക്കുക എന്നുള്ളത്. ഇത് ഇന്ന ഓർഡറിൽ തന്നെയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ലോജിക്കൽ ഓർഡർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കറിയാം, ഇപ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത് RRB NTPC ആണ് അല്ലെ, ജൂലൈ 23 മുതൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ CHSLന്റെ കാര്യവും അതുപോലെ തന്നെ CGLന്റെ കാര്യവും SSC പറഞ്ഞിട്ടുണ്ട്. NTPC നടക്കും, അത് കംപ്ലീറ്റ് ആവും, ദെൻ CHSL നടക്കും, ദെൻ CGL നടക്കും. ഇത് കഴിഞ്ഞ് മിക്കവാറും നടക്കാൻ പോകുന്ന എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ RRB ഗ്രൂപ്പ് ഡി തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് MTS നടക്കും. ഈ ഓർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, അത് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അനുമാനം പറയുന്നതാണ്. RRB ഗ്രൂപ്പ് ഡി നടക്കും, ദെൻ അത് കഴിഞ്ഞ് MTS നടക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിൽ പലരും ചോദിച്ച NTPCയുടെ ടയർ 2 അതുപോലെ തന്നെ CHSLന്റെയും CGLന്റെയും ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ സ്റ്റാർ ഞാൻ മേലിട്ടിട്ടുണ്ട്, കണ്ടീഷൻസ് അപ്ലൈ ആണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ എക്സാംസ് ഞാൻ ഇന്നലെ NTPCയുടെ അവസാനം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പടയെന്ന് എക്സാം വരുന്നു. SSC അതിൽ അടുത്ത കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. CHSLും CGLും ഡേറ്റ് വന്നു കഴിഞ്ഞു. അതും ഓഗസ്റ്റിൽ തന്നെ, എന്താ പറയുക, വളരെ ചെറിയ ഗ്യാപ്പിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CHSL CGL ഓറിയന്റഡ് ആയിട്ടുള്ള, RRB NTPC ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ SSC പരീക്ഷകൾക്കും എല്ലാ RRB പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീറ്റ് കോഴ്സായിട്ട് CGLന്റെ CHSLന്റെ രണ്ടിനും ഒറ്റ കോഴ്സ് മതി. അങ്ങനെ തന്നെയാണ് അത് പഠിക്കേണ്ടതും, ആ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടതും. അതിനുള്ള കംപ്ലീറ്റ് കോഴ്സുകളുണ്ട്. അതുപോലെ NTPCയും ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇതിന് RRBക്ക് ഒരു കോഴ്സ്, SSCക്ക് ഒരു കോഴ്സ്, അങ്ങനെയല്ല നമ്മൾ തരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ CGLനോ അല്ലെങ്കിൽ CHSLനോ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടി എക്സ്ട്രാ പഠിക്കണം, ഇംഗ്ലീഷും അഡ്വാൻസ്ഡ് മാത്സും നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. ഇംഗ്ലീഷും അഡ്വാൻസ്ഡ് മാത്സ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ് എന്തിനു വേണ്ടി വരുന്നത്, നമ്മുടെ RRB NTPCക്കും ഗ്രൂപ്പ് ഡിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ RRB പരീക്ഷകൾക്കും എല്ലാ SSC പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് academisonline.com അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റില്ല, ഞങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ മാത്രം മതി എന്നാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെയും സബ്ജക്റ്റിന്റെയും ഫീ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ആ സബ്ജക്റ്റിന്റെ പേര് 8891489498 എന്ന് പറയുന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ CGL CHSL എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, എല്ലാ RRB പരീക്ഷകൾക്കും എല്ലാ SSC പരീക്ഷകൾക്കും കോമൺ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കേരള PSCക്കും ഒരു പരിധിവരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ ഇത് കേരള PSC ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സ് അല്ല, ഇത് SSC RRB എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സ് തന്നെയാണെന്ന് എന്ത് ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ മക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാണ്, മടിയൊക്കെ മാറ്റി വെച്ച്, മടിയൊക്കെ 4 മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇനി കട്ടയ്ക്ക് പണിയെടുക്കേണ്ട ദിവസങ്ങളാണ്. NTPC വന്നു, CGL വന്നു, CHSL വന്നു, MTS, ഗ്രൂപ്പ് ഡി, GD തുടങ്ങിയ ബാക്കി വെടിക്കെട്ടുകളുമായിട്ട് SSCയും RRBയും പുറകെ വരും. അപ്പോൾ കട്ടയ്ക്ക് പഠിക്കുക, എല്ലാ മടിയും മാറ്റി വയ്ക്കുക. ടയർ 1 കഴിഞ്ഞ ഒരു ടയർ 2 പഠിക്കുക. നിങ്ങൾ ആ ഒരു ടച്ച് വിടാതിരിക്കുക. കൊറോണ, ആന, ചൈന എന്നുള്ള പറഞ്ഞ എക്സ്ക്യൂസ് എല്ലാം മാറ്റി വെച്ച് ഇന്ത്യ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. എല്ലാവരുടെയും സ്വപ്നം സത്യമാവട്ടെ. RRBയും SSCയും പ്രൊസീജിയേഴ്സ് എല്ലാം ഫാസ്റ്റ് ആക്കട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റട്ടെ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വെബ്സൈറ്റിന്റെ ലിങ്കും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.